ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെയും മീരയുടെയും പ്ലാനുകളൊക്കെ പാളിപ്പോയിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അപ്പവും അതുപോലെ ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഇവള് വിളിച്ച് പറഞ്ഞിരുന്നല്ലേ, രേവതി സച്ചിയെ വിളിച്ച് അറിയിച്ചല്ലേ. അപ്പോൾ അവനത് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവരങ്ങനെ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ ഒന്ന് കുറ്റൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി കഴിച്ചിട്ട് പറയുന്നുണ്ട്, ഇതിനൊരു കുറ്റവും പറയാനില്ല അമ്മ, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവനെ ഒന്ന് നോക്കുന്നുണ്ട് ചന്ദ്ര. ശരിയാ, ഇതിനത്ര ടേസ്റ്റ് പോരാ എന്നിങ്ങനെ ശ്രുതി വീണ്ടും അത് തിരുത്തി പറയുകയാണ്. ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ സച്ചി വരുന്നത്. സച്ചി പറയുന്നുണ്ട്, അപ്പവും അതുപോലെ ചിക്കൻ കറി അല്ലേ എന്ന് പറയുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് എങ്ങനെ അറിയാമെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഭാര്യ ഉണ്ടാക്കണ പിന്നെ എനിക്കറിയില്ലേ എന്നിങ്ങനെ സച്ചി പറയാണ്. അപ്പോൾ അങ്ങനെയൊന്നല്ല അങ്കിളെ, ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ സച്ചിയേട്ടൻ ഇവിടേക്ക് വന്നതെന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ്, അതിലച്ചാ ആ സന്യാസിയായിരുന്ന ആള് ആരാണെന്ന് സത്യം ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ആ സമയം ആരാമോനെ എന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. അപ്പോൾ ആ സമയത്ത് അവനെനിക്കറിയാം അച്ഛാ, അവൻ അതിനു മുമ്പ് ആദ്യമായി ഞാൻ കാണുന്നത് ശ്രുതിയുടെ വിവാഹത്തിൻ്റെ അന്നാണ്. അന്ന് എൻ്റെ കാറിലിട്ട് അവൻ കയറിയിട്ട് ഏതോ ഒരു പെണ്ണിനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചത്. അന്ന് അവന് കുറേ അടി കിട്ടിയതാണ് എൻ്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ അതിനുശേഷവും പിന്നെ ഞാൻ കാണുന്നത് ഒരു വയസ്സായൊരു സ്ത്രീയെ വണ്ടി ഇടിച്ചിട്ടിട്ട് അവൻ ഓടുന്നതാണ്. അപ്പോൾ വെച്ചിട്ട് ഞാൻ അവനെ പിന്നിലൂടെ ചെന്നിട്ട് അവനെ പിടികൂടി ഞാൻ പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2 പ്രാവശ്യം അവൻ എനിക്കറിയാം. അവൻ കുറേ നാൾ കോമ സ്റ്റേജിലൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണ് ശ്രുതി മനസ്സിലാക്കുന്നത്, അത് ശരി, ഇവൻ പോലീസിലാവാൻ കാരണം ഇവനാണല്ലേ, സച്ചിയാണല്ലേ, വെറുതെ അല്ല, ആൻ്റണി എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ എന്നിങ്ങനെ ശ്രുതി മനസ്സിലാക്കുകയാണ് ആ സത്യം അവിടെ വെച്ചിട്ട്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ എന്താ കഴിക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ മതി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇനി എന്തായാലും വെറുതെ വിടാൻ പാടില്ല, എന്തായാലും പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാം എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് അപ്പോഴും എതിർക്കുകയാണ് ശ്രുതി. അതെന്താ വേണ്ടാത്തത് എന്ന് സച്ചി ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് അത് ബാധിക്കും, പിന്നെ അതാകെ പ്രശ്നമാവും, ഞങ്ങളുടെ ബിസിനസ്സിനൊക്കെ അത് ബാധിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ എന്നാ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ശ്രുതിക്ക് അതൊരു അടി കിട്ടിയ പോലെ ആയി പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ സച്ചിയുടെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് ശ്രുതി. പലവട്ടം അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ഇതേ സമയത്താണെങ്കിലും ഈ പറയുന്ന രേവതിയുടെ വീട്ടിലേക്ക് സച്ചിയും അതുപോലെ രേവതിയൊക്കെ കൂടി ചെല്ലുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ അനിയൻ, അതായത് ശരത്ത് കോളേജിലേക്ക് പോയിരിക്കുകയായിരുന്നു. അമ്മയാണെങ്കിൽ പൂക്കടയിലേക്കും പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ദേവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേവ് ഇവർക്ക് ചായക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ശരത്ത് തിരിച്ചു വരികയാണ്. അപ്പോൾ എന്താണ് നീ കോളേജിൽ പോയിട്ട് ഇത്ര വേഗം തിരികെ വന്നത് എന്ന് അവർ അന്വേഷിക്കുന്ന സമയത്ത് അവൻ അങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കിനി കോളേജിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു, എനിക്കിനി എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, പ്രിൻസിപ്പൾ എന്നോട് എക്സാമിന് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആബ്സെൻ്റ് കുറേ ഉള്ളത് കൊണ്ടാണ്, പ്രസൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ അതുവരെയുള്ള പഠിച്ചിട്ട് നീ എഴുതിക്കോളാം എന്നൊക്കെ പറയായിരുന്നില്ല എന്ന് രേവതി പറയുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയതാണ്, പക്ഷെ ആ പ്രിൻസിപ്പൾ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞ് ഇവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറഞ്ഞു, നിർത്തടാ അവൻ്റെ ഒരു കരച്ചിൽ, ഇതൊക്കെ ഇപ്പോഴല്ല, ആദ്യമേ നോക്കേണ്ടതായിരുന്നു, അവൻ ആദ്യമേ ക്ലാസ് കട്ട് ചെയ്തുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതനുസരിക്കില്ല, എന്തായാലും നീ ഇപ്പം മോങ്ങിയിട്ട് ഇപ്പം എന്താ കാര്യം, നമുക്ക് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാകും, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്, ഇതൊക്കെ ഒരേ പരീക്ഷണങ്ങളാണ്, എന്തായാലും നീ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്. ദേവു ആണെങ്കിലും ആ ഭാഗത്ത് ഇരുന്ന് ദേവും സങ്കടപ്പെടുകയാണ്. ദേവ് പറയുന്നുണ്ട്, അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കും, അമ്മ അത്രയും ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല സന്തോഷത്തിലാണ്, അമ്മയുടെ ടെൻഷനും അമ്മയുടെ കഷ്ടപ്പാടൊക്കെ മാറി എന്നുള്ളൊരു സന്തോഷത്തിലാണ്, ഇവൻ ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു ആശ്വാസമാകും എന്നുള്ള രീതിയിലൊക്കെയാണ് അമ്മ നടക്കുന്നതെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവളും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സച്ചിയും രേവതിയും കൂടിയിട്ട് ഈ പറയുന്ന പ്രിൻസിപ്പളെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് പോയാൽ കാണാമെന്ന് ചോദിക്കുന്ന സമയത്ത് വൈകിട്ട് പോയാൽ കാണാമെന്ന് നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്. അപ്പോൾ 2 പേരും പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം അവർ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് രേവതി അങ്ങനെ തൻ്റെ ഡ്രസ്സുകൾ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് ഒരു പാർസൽ വരുന്നൊരു കൊറിയർ. അപ്പം
ആ കൊറിയറുകാരൻ അത് നമ്മുടെ വർഷയ്ക്കുള്ള കൊറിയറാണ്. അപ്പോൾ വർഷ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. ഇത് വർഷയ്ക്കുള്ള കൊറിയറാണ്, അപ്പം ഞാൻ ഒപ്പിട്ട് വാങ്ങിയാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതി. മതി മേഡം എന്ന് പറയുകയാണ്. അങ്ങനെ അവൾ ഒപ്പിട്ട് വാങ്ങാൻ നേരം തന്നെ അവിടേക്ക് ചന്ദ്ര എത്തുകയാണ്. എന്താ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വർഷയ്ക്കുള്ള കൊറിയറാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് തായോ, എൻ്റെ മരുമകളാണ് വർഷ എന്നും പറഞ്ഞ് അത് തട്ടിപ്പറിച്ചു കൊണ്ട് പോവുകയാണ് നമ്മുടെ ചന്ദ്ര. എന്നിട്ട് രേവതിയോട് ഒപ്പിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം അമ്മയല്ലേ വാങ്ങിയത്, അമ്മയ്ക്ക് തന്നെ അങ്ങ് ഒപ്പിട്ട് കൊടുത്തൂടെ എന്ന് പറയുമ്പോൾ നീ പറഞ്ഞത് കേട്ടാൽ മതിയടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി ആ കൊറിയറിൽ ഒപ്പിട്ട് കൊടുക്കുകയും അവർ തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ രേവതി തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ അങ്ങനെ ഡ്രസ്സുകളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഈ പറയുന്ന ചന്ദ്ര ആ പൊതി അങ്ങ് അഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, വേണ്ട അമ്മേ, മറ്റൊരാൾക്ക് വന്ന സാധനമല്ല, അത് നമ്മൾ അവരുടെ അനുവാദമില്ലാതെ അത് തുറന്നു നോക്കരുത് എന്ന് പറയുമ്പോൾ നീ പോടി അവിടുന്ന്, അവൾക്ക് എന്നോട് വലിയ സ്നേഹം, അവൾ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അതങ്ങ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയോടുകൂടി അത് മുഴുവനും തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഒരു ഹെഡ്സെറ്റാണ് ഉള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ചെവിട്ടിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയം തന്നെയാണ് അവിടേക്ക് ഈ പറയുന്ന വർഷയും അതുപോലെ ശ്രീകാന്തും കൂടി ജോലി കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഇത് ആർക്കുള്ളതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മോൾക്ക് വന്നതാണ്, ഇത് ഞാൻ തുറന്നു നോക്കിയതാണെന്ന് പറയുമ്പോൾ വർഷയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. വർഷ നമ്മുടെ ചന്ദ്രയെ അവിടെ ഇട്ട് പൊരിക്കുന്നുണ്ട്. ചന്ദ്രയോട് പറയാണ്, എനിക്ക് വന്ന പേഴ്സണൽ സാധനങ്ങൾ എന്തിനാ ആൻറ്റി എടുത്തത്, ആൻറ്റിക്ക് എന്താ അവകാശം അതൊക്കെ എടുക്കാനുള്ളത്, എനിക്കിതൊട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് രേവതി അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അതൊക്കെ രേവതി പറഞ്ഞതാണ്, അത് പൊളിക്കണ്ട എന്ന്. എന്നിട്ടും ചന്ദ്ര കേൾക്കാതെ അതൊക്കെ പൊളിച്ച് അങ്ങനെ രേവതിയുടെ മുന്നിൽ വെച്ച് തന്നെ, ആരെ മുന്നിൽ നിന്നൊന്നുമില്ലല്ലോ, നമ്മുടെ വർഷയ്ക്ക് വായിൽ തോന്നിയത് മുഴുവനും ചന്ദ്രയെ വിളിച്ച് പറയുകയാണ്. ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം പക്ഷേ വർഷ അതൊന്നും കേൾക്കാതെ അവളെങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകെ നാണം കെട്ട രീതിയിൽ നമ്മുടെ ചന്ദ്ര നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.